എം.ടിയുടെ സാഹിത്യത്തെയും സിനിമകളെയും മാറ്റി നിർത്തിക്കൊണ്ടാവരുത് കേരളം അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതം ചർച്ച ചെയ്യേണ്ടത്. എം.ടി തുടങ്ങി ഇങ്ങോട്ടുള്ള തലമുറയെ കമ്മ്യൂണിസം വിഷാദത്തിലേക്കും അതിന്റെ ഫലമായി പരസ്പരം കൊല്ലുന്ന ഹിംസയിലേക്കും തള്ളിയിട്ടു. എം.ടിയുടെ സാഹിത്യവും സിനിമയും മലയാളിയെ വിഷാദത്തിൽ സൗന്ദര്യം കാണാൻ പഠിപ്പിച്ചു. വിഷാദത്തിൽ സൗന്ദര്യത്തിന്റെ ലഹരി പകർന്ന പൈങ്കിളി മാധ്യമപ്രവർത്തനത്തെ അർബുദം വരുത്തുന്ന രുചികരമായ ഉൽപ്പന്നമാക്കി. എം.ടിയുടെ വീരനായകനെ പോലെ വിഷാദ രോഗിയും അതൃപ്തനുമായ മലയാളി ആത്മഹത്യയിലും അതുപോലെ തന്നെ മരണനേരത്ത് പോലും പൂർത്തിയാകാത്ത ലൈംഗിക കാമാസക്തിയിലും പെട്ട് ഉഴലുന്നു. എം.ടി ഒരിക്കലും താൻ സാഹിത്യ തറവാട്ടിലെ ചക്രവർത്തിയാണെന്നോ അല്ലെങ്കിൽ മലയാളത്തിനൊരു മേൽവിലാസം ഉണ്ടാക്കി കൊടുത്ത വ്യക്തിയാണെന്നോ അവകാശപ്പെട്ടിട്ടില്ല. തന്റെ പിടിയിൽ അഥവാ ഗ്രാസ്പിൽ ഒതുങ്ങുന്നത് മാത്രമേ താൻ എഴുതിയിട്ടുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എം.ടിയുടെ ഗ്രാസ്പിൽ ഒതുങ്ങുന്നതിനപ്പുറം ലോക സാഹിത്യമില്ലെന്ന് കേരളത്തിലെ സാഹിത്യ നിരൂപക സാംസ്കാരിക സംഘം ആവർത്തിച്ച് ഉറപ്പിച്ചു. അത് മാധ്യമങ്ങൾ ഏറ്റുപാടി. സാഹിത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും വഴിയിലൂടെ മലയാളിയിലേക്ക് പ്രവേശിച്ച ആ വിഷാദ രോഗത്തിൽ നിന്നും ഓരോ മലയാളിയും പുറത്തു വരിക എന്നുള്ളതാണ് ഇന്ന് മലയാളിയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ദൗത്യം.